ഹലോ ഗൈസ്, അപ്പോൾ നമ്മുടെ ഇന്നത്തെ പരിപാടി ബിരിയാണി ഉണ്ടാക്കലാണ്. അതിന് വേണ്ടിയിട്ടുള്ള സാധനമൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. സവോളയും തക്കാളിയും മുറിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. രാവിലെ നേരത്തെ എണീച്ചിട്ട് കുളിച്ചിട്ടാണ് അമ്മ അടുക്കളയിൽ കയറാറ്. ഇനി അരിയൊക്കെ കഴുകി റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ബിരിയാണിൻ്റെ മുകളിൽ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് മുകളിൽ കുറച്ച് പഞ്ചസാരയിട്ട് വറുത്ത് കോരി എടുത്തു. ഇപ്പോൾ മുന്തിരിയൊക്കെ വറുത്തെടുത്തിട്ടുണ്ട്. ാണ് വെക്കുന്നത്. അതിൻ്റെ അടുപ്പൊക്കെ കത്തിച്ച് റെഡിയാക്കുകയാണ്. മല്ലിച്ചപ്പും പുതിനയൊക്കെ അരിഞ്ഞ് ഒരു സൈഡ് മാറ്റി വെച്ചിട്ടുണ്ട്. അതിന് വെച്ച് പേസ്റ്റുകളൊക്കെ കൂടി വതക്കിയെടുത്തു. പിന്നെ സവോളയും തക്കാളിയും ഇട്ട് വതക്കിയെടുത്തു. മസാലയൊക്കെ ചേർത്തിട്ടുണ്ട് ഇതിൽ. അപ്പോൾ അത് ഏകദേശം എല്ലാം വാടി വരുന്നുണ്ട്. അതിൻ്റെ അപ്പുറത്തെ അടുപ്പിൽ തന്നെ റൈസ് വെക്കാനുള്ള അതൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഒരടുപ്പിൽ റൈസിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും ഒരടുപ്പിൽ ചിക്കനിന് വേണ്ടിയിട്ടുള്ള സാധനങ്ങളും റെഡിയാക്കി. ചിക്കൻ തൈരിട്ട് വേവിച്ച് വെച്ചതാണ്. വെള്ളത്തിൽ പട്ട, കറാമ്പു, നാരങ്ങ നീരെല്ലാം ചേർത്ത് വെച്ചിട്ടുണ്ട്. ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ടിട്ടുണ്ട്. വെള്ളം തളിച്ചപ്പോൾ അരി ഇട്ടു. ചിക്കൻ റെഡിയായി കഴിഞ്ഞു. ഇത് നമ്മൾ ചിക്കൻ ഇട്ടു. അതിൻ്റെ മുകളിൽ വാഴൻ്റെ ഇല വെച്ചിട്ട് അതിൻ്റെ മുകളിൽ റൈസ് ഇടുകയാണ്. ഇത് നമ്മൾ ഡെക്കറേഷൻ ചെയ്യാനായിട്ട് വെച്ച ആ ഉള്ളിയൊക്കെ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഓരോ തട്ടുകളാക്കി മാറ്റിയിട്ടുണ്ട്. ഏറ്റവും മുകളിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം ദമ്മിട്ടു. അപ്പോൾ നമ്മുടെ ബിരിയാണി റെഡിയായി. അതിന് വേറൊരു പാത്രത്തിലേക്ക് മാറ്റുകയാണ്. അപ്പോൾ എല്ലാവരും കഴിക്കാൻ റെഡിയായി നിൽക്കുകയാണ്. പിന്നെ ഫിഷ് ഫ്രൈയും ചോറും ഉണ്ട്. എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിച്ചു. ആൻറ്റിൻ്റെ ബിരിയാണി സൂപ്പറായിരുന്നു. സലാഡും കുടിച്ചു. അത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ.